നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സംഘം ആദ്യം പരിശോധന നടത്തിയത് ആദ്യം തീപിടുത്തമുണ്ടായി എന്ന് കരുതുന്ന അരുൾ എന്റർപ്രൈസസിന്റെ ഗോഡൌണിൽ. പരിശോധന നടത്തിയ സംഘം കത്തിനശിച്ച സ്ഥാപനങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചു. 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ കൂടി ഇടുക്കി പോലീസ് പിടികൂടി. അറസ്റ്റിലായത് പൈനാവ് താന്നിക്കണ്ടം നിരപ്പ് സ്വദേശി അറക്കൽ സുഭാഷ് തങ്കപ്പൻ, പൈനാവ് പളിയക്കുടി സ്വദേശി സിദ്ദിഖ് അസ്രത്ത് എന്നിവർ. 7 കിലോ കഞ്ചാവുമായി 2 പേർ അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിൽ. പിടിയിലായത് ഒഡീഷ സ്വദേശികളായ നിർമ്മൽ ബിഷോയി, നാരായണൻ ബിഷോയി എന്നിവർ. നാർക്കോട്ടിക് സ്ക്വാഡ് പ്രതികളെ പിടികൂടിയത് രാജാക്കാട് KSCB ഓഫീസിന് സമീപത്തു നിന്ന്. അതിർത്തി തർക്കത്തിനൊടുവിലുണ്ടായ സംഘർഷത്തിൽ ഗൃഹനാഥന് തലയ്ക്ക് പരിക്കേറ്റത് ഇടിഞ്ഞമല സ്വദേശി താന്നിവേലിയിൽ ടോമിക്ക്. തേക്കാണത്ത് രാജേഷും മാതാവും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്ന് പരാതി. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ആദ്യം തീപിടുത്തമുണ്ടായി എന്ന് കരുതുന്ന അരുൾ എന്റർപ്രൈസസിന്റെ ഗോഡൌണിലാണ് സംഘം ആദ്യം പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ സംഘം കത്തിനശിച്ച സ്ഥാപനങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു വണ്ടിപ്പെരിയാർ ടൗണിലെ പശുമല ജംഗ്ഷനിൽ KRS ബിൽഡിംഗിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന 6 വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായി. തീപിടുത്തം മൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായിട്ടാണ് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. ഫോറൻസിക് വിഭാഗം ഇടുക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തീപിടുത്തമുണ്ടായ 6 വ്യാപാര സ്ഥാപനങ്ങളിലും സംഘം പരിശോധന നടത്തി. ആവശ്യമായ തെളിവുകളും സംഘം ശേഖരിച്ചു. വണ്ടിപ്പെരിയാർ പോലീസും ഫോറൻസിക് സംഘത്തിനൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. ഫോറൻസിക് ലാബ് പരിശോധനാ ഫലത്തിലൂടെയേ അഗ്നിബാധയുടെ കാരണം വ്യക്തമാക്കുകയുള്ളൂവെന്ന് സംഘം അറിയിച്ചു. 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ കൂടി ഇടുക്കി പോലീസ് പിടികൂടി. പൈനാവ് താന്നിക്കണ്ടം നിരപ്പ് സ്വദേശി അറക്കൽ സുഭാഷ് തങ്കപ്പൻ, പൈനാവ് പളിയക്കുടി സ്വദേശി സിദ്ദിഖ് അസ്രത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. സുഭാഷ് തങ്കപ്പൻ വിവാഹിതനാണ്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 3 ആയി. സ്കൂളിൽ കൗൺസിലിംഗിനിടെ പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് പൈനാവ് 56 കോളനി സ്വദേശി പൂവത്തുംകുന്നേൽ ബിനു മാത്യുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 7 കിലോ കഞ്ചാവുമായി 2 പേർ അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിൽ. ഒഡീഷ സ്വദേശികളായ നിർമ്മൽ ബിഷോയി, നാരായണൻ ബിഷോയി എന്നിവരാണ് പിടിയിലായത്. രാജാക്കാട് KSCB ഓഫീസിന് സമീപത്തു നിന്നുമാണ് നാർക്കോട്ടിക് സ്ക്വാഡ് പ്രതികളെ പിടികൂടിയത്. 6 പ്രതികളിലായി 7 കിലോയോളം കഞ്ചാവാണ് ഇവരിൽ നിന്നും നാർക്കോട്ടിക് സംഘം പിടികൂടിയത്. നാർക്കോട്ടിക് സ്ക്വാഡ് രാജാക്കാട് മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ചില്ലറ വിൽപ്പനയ്ക്കായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയതെന്ന് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാജാക്കാട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 7 കിലോ കഞ്ചാവുമായിട്ട് 2 ഒഡീഷ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. നിർമ്മൽ ബിഷോയി, നാരായൺ ബിഷോയി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒഡീഷ സംസ്ഥാനത്ത് നിന്ന് കഞ്ചാവ് കേരളത്തിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘങ്ങളാണ്. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു. നമ്മൾ യാദൃശ്ചികമായിട്ട് രാജാക്കാട് മേഖലയിൽ നടത്തിയ പരിശോധനകളാണ് 2 പേരും അറസ്റ്റിലാവുന്നത്. സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. അതിർത്തി തർക്കത്തിനൊടുവിലുണ്ടായ സംഘർഷത്തിൽ ഗൃഹനാഥന് തലയ്ക്ക് പരിക്ക്. ഇടിഞ്ഞമല സ്വദേശി താന്നിവേലിയിൽ ടോമിക്കാണ് പരിക്കേറ്റത്. തേക്കാണത്ത് രാജേഷും മാതാവും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്നാണ് പരാതി. ടോമി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടിഞ്ഞമല സ്വദേശികളായ താന്നിവേലിയിൽ ടോമിയും തേക്കാണത്ത് രാജേഷ് കുമാറും തമ്മിൽ സ്ഥലത്തിന്റെ അതിരിനെ ചൊല്ലി തർക്കവും സംഘർഷവും നിലനിന്നിരുന്നു. ഈ സംഭവത്തിൽ തങ്കമണി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീണ്ടും അതിരിനെ ചൊല്ലി സംഘർഷം ഉണ്ടാകുകയായിരുന്നു. ടോമി രാജേഷിനെ മർദ്ദിക്കുന്നത് കണ്ട് രാജേഷിന്റെ അമ്മ രത്നമ്മ വെട്ടുകത്തിയുമായി എത്തി ടോമിയുടെ തലയ്ക്ക് വെട്ടുകയായിരുന്നു. ബഹളം കേട്ട് ടോമിയുടെ അമ്മ ത്രേസ്യമ്മ ഓടിയെത്തിയപ്പോൾ ഇവരെയും ആക്രമിച്ചു. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. തങ്കമണി പോലീസ് രാജേഷിനെയും രത്നമ്മയെയും അറസ്റ്റ് ചെയ്തു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും.
തൊടുപുഴ മുട്ടത്ത് മാനസികാസ്വാസ്ഥ്യമുള്ളയാൾ നാട്ടുകാരുമായുള്ള വഴക്കിനിടെ പാചകവാതകം തുറന്നുവിട്ട ആയുധവുമായി ഭീഷണി മുഴക്കിയത് പ്രദേശവാസികളെ മണിക്കൂറുകളോളം ആശങ്കയിലാഴ്ത്തി. ഒടുവിൽ തൊടുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയ ആളെ കീഴ്പ്പെടുത്തി. മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന ചൊള്ളാവയൽ സ്വദേശിയായ 45 വയസ്സുകാരനാണ് ഭീഷണി മുഴക്കിയത്. പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന ചള്ളാവയൽ സ്വദേശിയായ 45 വയസ്സുകാരനാണ് ഭീഷണി മുഴക്കിയത്. സംഭവ ദിവസം വഴക്കിനിടെ ഇയാൾ താമസിക്കുന്ന മുറിക്കുള്ളിൽ പാചകവാതകം തുറന്നുവിടുകയും വാക്കത്തി, ചുറ്റിക, കമ്പിവടി എന്നിവയുമായി ആക്രമണ ഭീഷണി മുഴക്കുകയുമായിരുന്നു. ഇതോടെ നാട്ടുകാർ ഭയന്ന് പിന്മാറി. ഇയാൾ താമസിക്കുന്ന മുറിയുടെ സമീപത്തുള്ളവരും മുകളിലെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോളേജ് വിദ്യാർത്ഥികളും ഭയന്ന് പുറത്തേക്കോടി. സമീപവാസി സഹായത്തിനായി വിവരം ഫയർഫോഴ്സിൽ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൊടുപുഴയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് ബിജു പി തോമസിന്റെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തെത്തി. നാട്ടുകാരെ സ്ഥലത്തു നിന്നും ദൂരേക്ക് മാറ്റിയ ശേഷം സേനാംഗങ്ങൾ ഇയാളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ഇയാളുടെ മാതാപിതാക്കളെ സ്ഥലത്ത് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ശ്രമം നടത്തിയ ശേഷം അനുനയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ സമീപത്തെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങൾ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ തന്ത്രപൂർവ്വം കൈവശപ്പെടുത്തി. കൂടാതെ തുറന്നുവിട്ട ഗ്യാസ് സിലിണ്ടറിന്റെ ചോർച്ച അടച്ച് അപകടാവസ്ഥ ഒഴിവാക്കി സിലിണ്ടർ പുറത്തേക്ക് മാറ്റി. തുടർന്ന് ഇയാളെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സീനിയർ ഫയർ ഓഫീസർമാരായ ബിബിൻ എ തങ്കപ്പൻ, ജോബി കെ ജോർജ്, ഫയർ ഓഫീസർ ജസ്റ്റിൻ ജോയി ഇല്ലിക്കൽ, ഹോംഗാർഡുമാരായ മാത്യു ജോസഫ്, ബെന്നി MP എന്നിവരും മുട്ടം പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇടുക്കി ജില്ലാ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 5ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അയ്യപ്പൻകോവിൽ മേരികുളത്ത് നടന്നു. അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ കെട്ടിട നിർമ്മാണ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ കരാറായി എടുക്കുന്ന കേരളത്തിലെ ഏക സംഘടനയാണ് PBCA. 2011 മാർച്ച് 26 രൂപം കൊണ്ട സംഘടന ജില്ലയിലുടനീളം യൂണിറ്റ് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് മേരികുളം മരീൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടന്നത്. പതാക ഉയർത്തലിന് ശേഷം നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടന ഏത് രംഗത്താണെങ്കിലും രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയുടെ പ്രവർത്തനം ആ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്കാനുള്ള സംഘടന എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഈ സംഘടന അംഗങ്ങളായി ചേർന്നിട്ടുള്ള ആൾക്ക് ഈ സംഘടന ചേർന്നപ്പോൾ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഈ സംഘടന നമുക്ക് പ്രയോജനപ്പെടുന്ന സംഘടനയാണ് എന്നൊരു വിശ്വാസം ഉണ്ടാകുന്നത് ആ നിലയിൽ അതിൻ്റെ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. വയനാട് ദുരന്തത്തിൽ അമ്മമാർ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തിന്റെ മധുരം പകർന്നു നൽകിയ ഭാവന സജിൻ ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK ഗോപിനാഥൻ, ചെയർമാൻ അഭിലാഷ് മാത്യു, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS ബിസി, സതീഷ് ചന്ദ്രൻ, KS ബാലകൃഷ്ണൻ, S ശശികുമാർ, KR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും തിരുവാതിര ആഘോഷവും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് R ഹരിദാസ് ഇടത്തിട്ട ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെയും കരിയോഗം വനിതാ സമാജം പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും നേതൃത്വത്തിലാണ് വനിതാ സംഗമവും തിരുവാതിര ആഘോഷവും നടത്തിയത്. മാതൃവന്ദനം എന്ന പേരിൽ കട്ടപ്പന CSI ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി M നായർ അധ്യക്ഷത വഹിച്ച യോഗം നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് R ഹരിദാസ് ഇടത്തിട്ട ഉദ്ഘാടനം ചെയ്തു. NSS പ്രസ്ഥാനത്തിനെതിരെ സംഘടിച്ചവർ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ലെന്നും അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ NSSന്റെ ചരിത്രം പഠിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. 110 വർഷം പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഈ സംഘടനയിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ശ്രീ അനിൽകുമാർ ആണെങ്കിലും ആരാണെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മഹാനായ മന്ദത്താചാര്യന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ മന്നത്തിന്റെ ദർശനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത ആർക്കും ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. മന്നത്താചാര്യൻ അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനൊരു മറ്റൊരു മുഖം കൂടിയുണ്ട്. എത്ര പ്രഗത്ഭനാണെങ്കിലും മന്നത്താചാര്യന്റെ ദർശനങ്ങൾക്ക് ഘടകവിരുദ്ധമായി സഞ്ചരിക്കുന്ന ആരാണെങ്കിലും അവരെ മന്നത്താചാര്യൻ
വടിയെടുത്ത് അടിച്ച് പുറത്താക്കുമെന്നുള്ളത് ചരിത്ര സത്യമാണ്. അതിവിടെയും നടന്നു. കൂടുതൽ കരുത്തോടുകൂടി ഇനിയും ശുദ്ധീകരിക്കപ്പെടുന്നു, യാതൊരു സംശയവും. യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിര പുഴുക്കും തയ്യാറാക്കി. തുടർന്ന് വിവിധ കരയോഗങ്ങളിൽ നിന്നായി 15 ടീമുകളുടെ തിരുവാതിരയും നടന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഭാരവാഹികളായ അജയൻ നായർ, അനുരാഗ് ജി നായർ, ഓമന ബാബുലാൽ, PC സന്തോഷ് കുമാർ, ഹരി S നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI കട്ടപ്പന പുളിയന്മല ബ്രാഞ്ച് സമ്മേളനം നടന്നു. കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ചിലെ മുതിർന്ന അംഗം TK മുരുകൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങളുടെ തുടക്കം കുറിച്ചാണ് പുളിയന്മല VP കുട്ടപ്പൻ നായർ നഗറിൽ കട്ടപ്പന സൗത്ത് ബ്രാഞ്ച് സമ്മേളനം നടന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം സെൽവി ശേഖർ അധ്യക്ഷയായിരുന്നു. CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ മണ്ഡലം സമ്മേളനം ജൂൺ മാസം 1-2 തീയതികളിൽ നടക്കും. ഏറെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, പാർട്ടിയുടെ ജില്ലാ സമ്മേളനം 2005 പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നത്. അതിനുശേഷം 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനം ജൂലൈ മാസം 2025 ജൂലൈ മാസം 17, 18, 19, 20 തീയതികളിൽ കട്ടപ്പന വെച്ച് നടക്കുന്നു എന്നത് കട്ടപ്പന മണ്ഡലത്തിലെ 1000-ലധികം വരുന്ന പാർട്ടി മെമ്പർമാരെ സംബന്ധിച്ച് ഒരു വലിയ ഉത്സവ തിമർപ്പിലാണ് സഖാക്കൾ എന്ന കാര്യം ഏറെ സന്തോഷകരമായി അറിയിക്കുകയാണ്. പ്രതികൂലമായ അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ ആയിരിക്കും ജൂലൈ മാസം എന്ന് അറിയാമെങ്കിൽ പോലും 25ാം പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബറിൽ പൂർത്തീകരിക്കണം എന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിലിന്റെ തീരുമാനത്തിന്റെയും ഭാഗമായി ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സജീവമായി രംഗത്ത് ഇറങ്ങണം എന്നാണ് ഇക്കാര്യത്തിൽ സഖാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. സംസ്ഥാന കൗൺസിൽ അംഗം VK ധനപാൽ, ലോക്കൽ സെക്രട്ടറി KN കുമാരൻ, മണ്ഡലം ഭാരവാഹികളായ KS രാജൻ, KR രാജേന്ദ്രൻ, G അയ്യപ്പൻ, CS അജേഷ്, ബ്രാഞ്ച് സെക്രട്ടറി AS രാജ എന്നിവർ സംസാരിച്ചു. പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി AR രാജിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി P അനീഷിനെയും തെരഞ്ഞെടുത്തു. CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കട്ടപ്പനയിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു. ക്രിക്കറ്റ് മത്സരം CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയും ഫുട്ബോൾ മത്സരം ഏരിയ സെക്രട്ടറി മാത്യു ജോർജും ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 16 വീതം ടീമുകൾ 2 ചാമ്പ്യൻഷിപ്പുകളിലുമായി മത്സരിച്ചു. ക്രിക്കറ്റ് ടൂർണമെന്റ് ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉദ്ഘാടനം ചെയ്തു. കലയെയും കായിക രംഗത്തെയുമെല്ലാം അതുപോലെ ഈ സംസ്ഥാന ഗവൺമെന്റ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് CPM-ന്റെ ഇടുക്കി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ടൂർണമെന്റ് അതിനുശേഷമുള്ള മറ്റ് കായിക പരിപാടികളിലൂടെ അരങ്ങേറുന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ടീമംഗങ്ങളെല്ലാം അണിനിരന്നുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഫുട്ബോൾ മത്സരം CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റിൽ ആദ്യ 2 സ്ഥാനക്കാർക്ക് യഥാക്രമം 10,000, 5,000 എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനമായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മാൻ ഓഫ് ദ സീരീസ്, മികച്ച ബാറ്റർ, ബൗളർ എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക സമ്മാനങ്ങളും നൽകും. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യ 3 സ്ഥാനക്കാർക്ക് 15,000, 7,500, 3,000 എന്നിങ്ങനെയാണ് ക്യാഷ് പ്രൈസ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം മികച്ച കളിക്കാരൻ, ഗോൾ കീപ്പർ എന്നിവർക്കും സമ്മാനം നൽകും. ഉദ്ഘാടന യോഗത്തിൽ CPM നേതാക്കളായ MC ബിജു, ടോമി ജോർജ്, ലിജോബി ബേബി, ജോബി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുക്കിയതായി പരാതി. ദിവസങ്ങളായി സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പെട്രോൾ പമ്പിന് മുന്നിലാണ് ദിവസങ്ങളായി ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നത്. ഇത് പ്രദേശവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. കൂടാതെ പ്രദേശത്ത് വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഒഴുകാൻ തുടങ്ങിയിട്ടും 2 മാസം അടുപ്പിച്ചായി. പിന്നെ ഇതിനു മുമ്പേയും വെള്ളം കൂടുന്ന വർഷങ്ങളായിട്ട് വെള്ളം കൂടുന്ന മഴ വരുന്ന സമയത്ത് ഇവർ ഡംപ് ചെയ്ത് റോട്ടിൽ കൂടെ പറഞ്ഞ് വിടുവാണ്. കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ ഇവർ വാരാനാന്നും പറഞ്ഞ ഒരു പൊളിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തിനാ ഇത് നിങ്ങൾ പൊളിക്കുന്നത്? താൻ അറിയണ്ട, മെമ്പർ എന്നുള്ള രീതി ഞാൻ ചോദിച്ചപ്പോൾ താൻ അറിയണ്ട,
ഞാൻ പറയാമെങ്കിൽ ഇത് അധികാരപ്പെട്ടവർ വന്നിട്ട് ചെയ്താൽ മതി പറഞ്ഞത് മൂടാൻ ഞാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിലാണ് ഇപ്പം നല്ലൊരു കേസ് കിടക്കുന്നത്. കാരണം എല്ലാവരുടെയും വീടിൻ്റെ പരിസരത്തു കൂടെയാണ് ഒഴുകി പോകുന്നത്. വളരെ ദുർഗന്ധമാണ്, വളരെ ദുർഗന്ധം. യാത്രക്കാർ ഇന്നലെ വന്നപ്പോഴാണ് യഥാർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നത്. 6 മാസം മുമ്പും സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതോടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. എന്നാൽ വീണ്ടും സമാനമായ രീതിയിൽ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായാണ് പരാതി. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പുതറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാൾ സമാപിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ വർഗീസ് പൊട്ടുകുളം തിരുനാൾ കൊടിയിറക്കി. ജനുവരി 9-ാം തീയതിയാണ് തിരുനാൾ ആരംഭിച്ചത്. മലനാടിന്റെ മാതൃദേവാലയവും മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായ ഉപ്പുതറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാൾ ആഘോഷങ്ങളാണ് സമാപിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 9 മുതലാണ് ആരംഭിച്ചത്. തിരുനാളിന്റെ സമാപന ദിവസം ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ കൊടിയിറക്കി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. വൈകുന്നേരം ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് പൊട്ടുകുളം, കൈക്കാരന്മാരായ അരുൺ പൊടിപാറ, സണ്ണി പാറയിൽ, ഷിനോജ് പാഴിയാങ്കൽ, ജോയി പുളിമൂട്ടിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് സിഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ പെരുന്നാൾ മഹാമഹം നടക്കും. ജനുവരി 14-15 തീയതികളിലായി നടക്കുന്ന പെരുന്നാളിന് അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാർഷിക ഗ്രാമമായ മുരിക്കുംതൊട്ടി കുരുവിള സിറ്റി മേഖലയിലെ ജനങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി സ്ഥാപിതമായ സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പെരുന്നാൾ മഹാമഹം ഈ മാസം 14-15 തീയതികളിലായാണ് നടക്കുന്നത്. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിന്റെ വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസ് തിരുമേനിയുടെ മഗ്നീയ കാർമ്മികത്വത്തിൽ വിശുദ്ധ 3 മേൽ കുർബാനയോടുകൂടി നടത്തപ്പെടുകയാണ്. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയ കേന്ദ്രമായിരിക്കുന്ന മുരിക്കുംതൊട്ടി പള്ളിയുടെ മൂറോൻ കൂദാശ നിർവഹിക്കപ്പെട്ട് ആദ്യമായി നടത്തപ്പെടുന്ന വാർഷിക പെരുന്നാൾ പരിശുദ്ധനായിരിക്കുന്ന അബ്ദുൾ ജലീൽ ബാവായുടെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ ദേവാലയം 14-15 തീയതികൾ നടക്കുന്ന വാർഷിക പെരുന്നാളിലേക്ക് ദേശവാസികളായ എല്ലാ ദൈവമക്കളെയും വളരെ വിനയപൂർവ്വം ദൈവനാമത്തിൽ സവിനയം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. 14-ാം തീയതി രാവിലെ 10 മണിക്ക് കൊടിയേറുന്നതോടെ പെരുന്നാളിന് തുടക്കം കുറിക്കും. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും കുളപ്പാർച്ചാൽ കുരിശും തൊട്ടിയിലേക്ക് പ്രദക്ഷിണവും നടക്കും. 15-ാം തീയതി അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന നടക്കും. കുരുവിള സിറ്റി കുരിശിങ്കിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് നേർച്ചശുദ്ധിയോടുകൂടി പെരുന്നാൾ മഹാമഹത്തിന് കൊടിയിറങ്ങുകയും ചെയ്യുമെന്ന് ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, സഹവികാരി ഫാദർ ജോം കാരക്കുഴിയിൽ, ട്രസ്റ്റി കെ സി ജോർജ്, സെക്രട്ടറി ജോസ് കുര്യൻ തുടങ്ങിയവർ അറിയിച്ചു. പ്രാർത്ഥന കൊണ്ടും ക്ഷേത്ര ദർശനം കൊണ്ടും മനസ്സ് നിഷ്കളങ്കമാക്കുവാൻ സാധിക്കുമെന്ന് ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്ങോട്ടാണ് പോകുന്നത്? സ്വന്തം അച്ഛനെ ഉപദ്രവിക്കുന്ന മക്കള്, അമ്മയെ പ്രഹരിക്കുന്ന മക്കള് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്, വാട്സപ്പിലൊക്കെ. എന്ത് കുഴപ്പം കാണിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യന്മാരായിട്ട് നമ്മൾ മാറുന്നതിന്റെ ഒരു കാരണം മനസ്സ് സുതാര്യമല്ല, മനസ്സ് നിഷ്കളങ്കമല്ല. അങ്ങനെ മനസ്സിനെ നിഷ്കളങ്കമാക്കാനുള്ള ഏർപ്പാടാണ് ഈ ക്ഷേത്ര പ്രാർത്ഥന കൊണ്ടും ദർശനം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ജനുവരി 10 മുതൽ 14 വരെ നടന്നുവരുന്ന മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം മകരം 1-ാം തീയതി സമാപിക്കും. ധനുമാസത്തിന്റെ അവസാന ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ധനുമാസ തിരുവാതിര സംഘടിപ്പിക്കും. പ്രധാന ദിനമായ 14-ാം തീയതി സമൂഹ മഹാഗണപതി ഹോമവും ദേശത്താലപ്പൊലി ഘോഷയാത്രയും പ്രത്യേക പൂജകളും നടക്കും. പ്രസാദ ഊട്ടോടുകൂടി മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിക്കും. ക്ഷേത്രം മേൽശാന്തി PU സുമേഷ് ശാന്തി പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം പ്രസിഡന്റ് CN സുരേഷ്, സെക്രട്ടറി VR സുനിൽകുമാർ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ PG രാജേഷ്, കൺവീനർ ദീപു ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്.
വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ ഏറെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് അയ്യപ്പൻകോവിൽ ആലടിയിലെ പോത്തുങ്കയം ഉൾപ്പെടുന്ന പ്രദേശം. ശബരിമല തീർത്ഥാടകർ വരെ ഇവിടെ സമയം ചിലവഴിക്കുന്നതിനായി എത്തുന്നുണ്ട്. മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. അയ്യപ്പൻകോവിൽ പരപ്പ് മുതൽ ആലടി വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കും വിധം പെരിയാർ ഒഴുകുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഈ ഭാഗത്ത് വിനോദസഞ്ചാരികളും ശബരിമല തീർത്ഥാടകരും കാഴ്ചകൾ കാണാനായി എത്തുന്നത് പതിവാണ്. ഇവിടെ നിന്നാൽ ആലടി, പോത്തുങ്കയവും പെരിയാറിന്റെ വിവിധ ഭാഗങ്ങളും ആസ്വദിക്കാൻ കഴിയും. இந்த வியூ ரொம்ப நல்லா இருக்கு. ஆக்சுவலி நாங்கள் இந்த வழி வர்றதில்ல, நாங்கள் கும்பலி வழி வருவோம். இந்த டைம் அங்கே எங்கள் டைவர்ஷன் பண்ண மாட்டாங்க இந்த சைடு. ஆனால் இந்த சைடு ரொம்ப நல்லா தான் இருக்குது. அந்த சைடு விட இந்த சைடு நல்லா தான் இருக்குது. அதே மாதிரி யார் வியூ சமீபத்தில் நாங்கள் எங்கேயும் பார்க்கல. இது நாங்கள் ரொம்ப நல்லா எப்பவுமே கேரளா ரொம்ப என்ஜாய் பண்ணுவோம். அது இந்த டைம் இன்னும் ஒரு ப்ளஸ்ஸாக இருக்குது. ഇതുവഴി എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും സെൽഫി എടുക്കാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സമയം കണ്ടെത്താറുണ്ട്. ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ കൂടുതൽ ഗുണപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. இடம் நல்லா இருக்குது. ஃபால்ஸ்லாம் நல்லா தண்ணி, அருவி, அழகான ஆறு, சுற்றுச்சூழலாம் நல்லா இருக்குது. சாப்பிட எனக்கு நல்ல ஆமாம், சாப்பிட்றதுக்கு நல்லா இருக்குது. எல்லாத்துக்கும் வசதியான இடமா இருக்குது. தூரத்துலேருந்து வந்து இங்கே கொஞ்சம் களைப்பாடுறதுக்கு நல்லா இருக்குது. அருமையான இடம். எங்கேயிருந்து வரும்? நாங்கள் பாண்டிச்சேரி பக்கம் கடலூர் மாவட்டத்தில் வரோம். മലയോര ഹൈവേയുടെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഭൂമി കയ്യേറ്റങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ മലനിരകളാണ് ഇടുക്കിയിലെ ചൊക്രമുടി. എന്നാൽ ചൊക്രമുടിക്ക് മറ്റൊരു കഥയുണ്ട്, ചരിത്രമുണ്ട്, ജൈവസമ്പത്തിന്റെ പ്രൗഢിയുണ്ട്. ഈ സവിശേഷതകളെല്ലാം കോർത്തിണക്കി ചൊക്രമുടി എന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുകയാണ് സാഹിത്യകാരനായ KP സുഭാഷ് ചന്ദ്രൻ. ചൊക്രമുടി എന്ന പുസ്തകത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ മലനിരകളാണ് ചൊക്രമുടി. അതീവ പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖല. നീലക്കുറിഞ്ഞി പൂവിടുന്ന വരയാടുകൾ വിഹരിക്കുന്ന ഭൂമി. ചൊക്രമുടിയെ ഈശ്വരതുല്യം കരുതുന്നവരാണ് ഇവിടുത്തെ മുതുവാൻ സമുദായം. മലനിരകളെ കീറിമുറിച്ച സ്വാഭാവിക പ്രകൃതിയെ തകിടം മറിച്ചു നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഗോത്ര ജനതയുടെ ജീവിതത്തെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ചൊക്രമുടിയിലെ ജീവിതവും പ്രകൃതിയും കാലാവസ്ഥയും കോർത്തിണക്കി ഇവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിയാണ് സുഭാഷ് ചന്ദ്രൻ ചൊക്രമുടി എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഗോത്ര സമൂഹത്തിന്റെ ജീവിതചര്യകളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം വ്യക്തമായിട്ട് അറിയുന്നവരാണ്. തീർച്ചയായിട്ടും അവരൊരു മലയുമായി ബന്ധപ്പെട്ട, ശരിക്കും ചൊക്രമുടി എന്ന് പറയുന്ന മല അവരുടെ ഭാഷയിൽ പറഞ്ഞ ചൊക്രുവാണ്, ശിവൻ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം, ഒരു സത്യത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന കുറേ ആളുകളുടെ ഒരു സ്ഥലമാണത് ചൊക്രമുടി. അപ്പം നമ്മുടെ അറിവിൽ തന്നെ ഒരു 7 തലമുറകൾ തന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു സമൂഹം കാലത്തിൻ്റെ മാറ്റത്തിലും ആ സംസ്കാരം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ആ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരെയും കടമയാണ് എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഈ ബുക്ക് വഴിയുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ധനികരായിട്ടുള്ള ആളുകൾക്ക് എവിടെയും നിയമത്തെ അനുസരിക്കാതെ എന്ത് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു പ്രത്യേകത വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചൊക്രമുടി പോലെയുള്ള കേരളത്തിലെ 3ാമത്തെ മലനിര പോലും കീഴ്പ്പെടുത്താൻ ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റിടങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം ഒരു കയ്യേറ്റത്തെ ഇവിടെ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു സന്ദേശം ഇതിലൂടെ നൽകാൻ ഒരു ഗ്രാമം ഒന്നിച്ചതിൻ്റെ ഒരു സവിശേഷതയാണ് ഇതിലൂടെ കാണുന്നത്. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ ചരിത്ര പുസ്തകവും ഇടുക്കിയുടെ 50ാം വാർഷികത്തിൽ ഇടുക്കിയുടെ ഇന്നലകൾ എന്ന പുസ്തകവും സുഭാഷ് ചന്ദ്രൻ രചിച്ചിട്ടുണ്ട്. അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് ചൊക്രമുടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സംസ്കാരമുള്ളൊരു ദേശത്തിന്റെ കടന്നുകയറ്റത്തോട്ട് വന്ന ഒരു ചിത്രം അതൊരു സമരമുറയായിട്ട് മാറി. അത് എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു സമരമാണ്.
അതിനകത്ത് കണ്ടത്. എല്ലാ കക്ഷി രാഷ്ട്രീയ മത സംഘടനകളും ഒരു ദേശം മൊത്തം, ഒരു മനുഷ്യന്റെ മൊത്തമുള്ള ഒരു സന്നാഹം അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ദേശത്തെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ആര് തയ്യാറെടുക്കുന്നോ ആ ശക്തിക്കെതിരെ വരുന്ന ഒരു തൂലികയുടെ പടവാളായിരുന്നു കെ.പി. ശിവശങ്കരൻ്റെ ഈ പുസ്തകം. അപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹം തന്നെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ഇടമലക്കുടി. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്ത് ഇടമലക്കുടിയെ പറ്റി അദ്ദേഹം പുസ്തകം എഴുതി. അതിന് നല്ല സ്വീകരണം ലഭിച്ചു. അത് സർക്കാർ ഏറ്റെടുത്തു. അതും അദ്ദേഹം ഒത്തിരി പോരാട്ടങ്ങൾക്കൊടുവിലാണ് അവസാനം സർക്കാർ ഏറ്റെടുത്തത്. അവിടെയും നമ്മുടെ ബ്യൂറോക്രസിയുടെ കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം പോയി. ചൊക്രമുടിയുടെ വീണ്ടെടുക്കലിനായി നാട് ഒന്നടങ്കം സമരരംഗത്ത് തുടരുമ്പോഴാണ് നാടിന്റെ കഥ പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സംഘം ആദ്യം പരിശോധന നടത്തിയത് തീപിടുത്തമുണ്ടായി എന്ന് കരുതുന്ന അരുൾ എന്റർപ്രൈസസിന്റെ ഗോഡൌണിൽ. പരിശോധന നടത്തിയ സംഘം കത്തി നശിച്ച സ്ഥാപനങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചു. 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ കൂടി ഇടുക്കി പോലീസ് പിടികൂടി. അറസ്റ്റിലായത് പൈനാവ് താന്നിക്കണ്ടം നിരപ്പ് സ്വദേശി അറക്കൽ സുഭാഷ് തങ്കപ്പൻ, പൈനാവ് പളിയക്കുടി സ്വദേശി സിദ്ദിഖ് അസ്രത്ത് എന്നിവർ. 7 കിലോ കഞ്ചാവുമായി 2 പേർ അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിൽ. പിടിയിലായത് ഒഡീഷ സ്വദേശികളായ നിർമ്മൽ ബിഷോയി, നാരായണൻ ബിഷോയി എന്നിവർ. നാർക്കോട്ടിക് സ്ക്വാഡ് പ്രതികളെ പിടികൂടിയത് രാജാക്കാട് KSCB ഓഫീസിന് സമീപത്തു നിന്ന്. അതിർത്തി തർക്കത്തിനൊടുവിലുണ്ടായ സംഘർഷത്തിൽ ഗ്രഹനാഥന് തലയ്ക്ക് പരിക്കേറ്റത് ഇടിഞ്ഞമന സ്വദേശി താന്നിവേലിയിൽ ടോമിക്ക. തേക്കാണത്ത് രാജേഷും മാതാവും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്ന് പരാതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.